ആമസോണിൽ നിന്ന് ഒരു 2-3 ജ്വല്ലറി വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിനെ എല്ലാവരും കൂടെ വിളിച്ചിട്ട് വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിൽ ഒരിക്കലും തുടങ്ങാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഞങ്ങൾ ആമസോണത്തെ ഒരു 2-3 പ്രൊഡക്ട്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ ഓൺലൈനിൽ ഒരു 2 ഇയർ നമ്മൾ ഒരു കറക്റ്റ് കസ്റ്റമർ ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഓഫ്ലൈനിലേക്ക് കടന്നിട്ടുള്ളത്. നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്രമാത്രം അതിന്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി ആദ്യം നടത്തണം. അതായത് ഓരോ സ്ഥലങ്ങളും ഡിഫറെന്റാ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പെരിന്തൽമണ്ണ പോലെയല്ല കണ്ണൂര് പോലെയല്ല എടപ്പാള് പോലെയല്ല തിരൂര്. ഓരോ സ്ഥലത്തിനും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ സർവീസ്, നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസ്സിന് ആ മാർക്കറ്റിൽ എത്രമാത്രം ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഫ്രം തന്നെ സ്റ്റാർട്ട് ചെയ്യാം.